എല്ലാവർക്കും നമസ്കാരം. ഒരു മുട്ട മാത്രം വെച്ചിട്ട് നമുക്ക് 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുമോ? വളരെയധികം ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ തോരൻ വെക്കുമ്പോഴുള്ള ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചീരി ആയിക്കോട്ടെ, തൊടിയിലെ ഇലകളായിക്കോട്ടെ, 2 മുട്ടയായിക്കോട്ടെ, എന്തായാലും ഇത്രയേ ഉള്ളൂ എങ്കിൽ നമുക്കത് കുറച്ചും കൂടെ വോളിയത്തിൽ വറുത്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. ഇന്നെനിക്ക് ഒരു പിടി ചീര മാത്രമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് 4 ആൾക്ക് സെർവ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, വീട്ടിലെ എല്ലാവരും ചേച്ചിമാരും ഒക്കെ ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി ചെയ്യാം അല്ലേ. തേങ്ങ കൂടുതലിട്ടാൽ നമ്മൾ തോരൻ എന്തായിരിക്കും, അധികം അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തേങ്ങ അധികം കൂടുതലിട്ടിട്ട് നമുക്ക് തോരൻ കൂടുതൽ വേണമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 1 2 നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞത് ആയാൽ ഏറ്റവും കൂടുതൽ നല്ലതാണ്. പാനിൽ സാധാ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ അല്ലേ. കറിവേപ്പില ഇടുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് ഉള്ളി ഇടാം. ഉള്ളി 1 2 കൂടി എടുക്കാം കേട്ടോ. അപ്പം കുറച്ചും കൂടെ കൂടുതൽ വോളിയമൈസായിട്ട് കിട്ടും. ഇതറിയാത്തവർ ഇങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ. ഒന്ന് പരീക്ഷിക്കണേ. അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഉള്ളി കൂടുതൽ വാട്ടി കൂടുതൽ അതിൻ്റെ ഇത് കളയാൻ നിൽക്കണ്ട. നമ്മൾ ചീരയുടെ കൂടെ ഉള്ളി വേവുന്നത് കൊണ്ട് കൂടുതൽ ഉള്ളി വാട്ടൊന്നും വേണ്ട കേട്ടോ. ഉള്ളിയുടെ കൂടെയും നമ്മൾ ഇതുപോലെ ഉപ്പും മഞ്ഞളും കൂടെ ചേർക്കണം. പച്ചമുളകും നമ്മൾ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ വാടിക്കിട്ടിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ കുട്ടികൾക്ക് ഉള്ളി വാട്ടി കൊടുക്കാറുണ്ടോ? മുട്ടയുടെ കൂടെയൊക്കെ എങ്ങനെ, ഉള്ളി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണോ? ഉള്ളി നന്നായിട്ട് വെന്തിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി വാടിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചീര ചേർക്കുന്നത്. ഒരു പിടി ചീര കൊണ്ട് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഒന്ന് അടച്ച് വെച്ചും വേവിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാധാ ചീര മാത്രമാണ് ഇട്ടിട്ട് വറവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മൂല്യമായിട്ട് കിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളിയും കൂടി ഇട്ടതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കണം.